സൺഡേ ആയിട്ട് വൈറലായിട്ടുള്ള ഒരു ഹെയർ കെയർ ചെയ്തു കേട്ടോ. മുടി നല്ല സ്മൂത്ത്, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണുമ്പോൾ തന്നെ. വീട്ടിലിരിക്കുമ്പോൾ മുടി നല്ല സൂപ്പറാകും, പക്ഷെ പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മുടി ആകെ കൊള്ളായിട്ടിരിക്കുമല്ലേ. അപ്പോൾ എന്താ ഹെയർ കെയർ ഞാൻ ചെയ്തതെന്ന് കാണിച്ചു തരാം. എൻ്റെ ഹെയർ കെയർ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് പെട്ടെന്നാണ് തോന്നിയത്, അതുകൊണ്ട് ഞാൻ എല്ലാം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഒരു ഹാഫ് ഉള്ളിയും പിന്നെ ഉലുവ ഒരു 2-3 സ്പൂണും കാപ്പിപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്കത് ഒഴിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ റെഡിയാക്കാം. അങ്ങനെ ഹെയറിൽ അപ്ലൈ ചെയ്യണം ടൈപ്പ് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അപ്ലൈ ചെയ്യണ ടൈപ്പ് ബോട്ടിലുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ബോട്ടിലിൽ ഒരു കമ്പിക്കോല് വെച്ച് ഇങ്ങനെ ഒരു ഓട്ടയാക്കിയിട്ട് അങ്ങനെ ഇത് അപ്ലൈ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതാ നമ്മളുടെ വെള്ളം അവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ ഞാൻ ആ ബോട്ടിലിൽ അത്ര വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിങ്ങനെ എടുത്ത് വയ്ക്കാം. വെള്ളം കേട് വരുമൊന്നുമില്ല. നമുക്കപ്പോൾ ഹെയർ വാഷ് ചെയ്യണതിൻ്റെ മുമ്പ് ഒരു 2-3 മിനിറ്റ് മുമ്പ് ഇത് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ തന്നെ കുറച്ച് നേരം ഒന്ന് മുഖത്തൊക്കെ ഒന്ന് ആവി പിടിക്കുന്നുണ്ട്. എല്ലാം നല്ലതല്ലേ, കാപ്പിപ്പൊടിയൊക്കെ ഉള്ളത് കൊണ്ട്. സൈഡിൽ കൂടെ വല്യമ്മയും വന്നു കേട്ടോ എനിക്കും ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വല്യമ്മ പറയായിരുന്നു അത് നല്ലതാണ് ചെയ്യണത്. ഡിപ്പ് ചെയ്തിട്ട് അതിനെ സ്റ്റൂസ് ചെയ്ത് അതുകൊണ്ട് തല കെട്ടി വെക്കുക, തലമുടി റാപ്പ് ചെയ്ത്. മുഖം നമ്മൾ സ്റ്റീം ചെയ്യണ പോലെ തലയും സ്റ്റീം ചെയ്യുന്നത് നല്ലതല്ലേ. സ്റ്റീം ചെയ്യണതിന് പകരം ഇങ്ങനെ ആക്കിയില്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ടവലിട്ടിട്ട് ടർക്കി ടവൽ ഇട്ടിട്ട് അതിനെ സ്ക്യൂസ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് പിന്നെ തലയിൽ കെട്ടി വയ്ക്കുക. അപ്പോൾ സ്റ്റീം ഇറങ്ങിപ്പോയില്ലേ തലയ്ക്ക്, തലയുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടില്ലേ. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്കിത് ബോട്ടിലേക്ക് ഒഴിച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്, ഒരു ചെറിയൊരു ഓട്ടയൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ അത് കൂടി ഈ വെള്ളം ഇങ്ങനെ വന്നോളും. അപ്പോൾ നമുക്കങ്ങനെ തലയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ എന്നിട്ട് ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ എല്ലാ ഭാഗത്തും തലയിൽ എത്തണ പോലെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഈ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ബോട്ടിലുണ്ടല്ലോ, അതുണ്ടെങ്കിൽ ഒന്നും കൂടിയും ഈസി ആയിരിക്കും. ഇതിപ്പോൾ ആ ബോട്ടിലില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗവും നേരെടുത്തെടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ തലയിൽ കുറച്ച് ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ ഹെയർ കെയറുകളൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ റിസൾട്ട് തരും എന്നൊക്കെ പിന്നെ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഹെയറിന് നന്നായിട്ടൊരു മസാജ് കൊടുക്കണം തന്നെ ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ കെയർ തന്നെയാണ് ഇത് എന്നൊക്കെ ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ഈ ഒരു പാക്ക് ട്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഹെയർ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും, കാരണം എന്താ വെച്ചാൽ ഉലുവ ഉള്ളതല്ലേ. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ, കാരണം ഉലുവൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നീരിറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. എനിക്ക് അങ്ങനത്തെ പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ 2 മിനിറ്റ് വയ്ക്കുള്ളൂ. പിന്നെ ഞാനൊരു ബൗളിൽ ഇത്തിരി എണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി ഷാമ്പൂ കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഹെയറിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ. നേരത്തെ നമ്മൾ ആ വെള്ളം ഉണ്ടാക്കിയതിൽ കാപ്പിപ്പൊടി ഇട്ടതുകൊണ്ട് ആ ഉലുവയുടെ ഒന്നും അത്രയ്ക്ക് സ്മെല്ലുണ്ടാവില്ല. എന്നാലും ഞാൻ വെറുതെ ഇങ്ങനെ ഒരു ഷാമ്പൂവും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹെയർ ഒന്നും കൂടി ഷൈനി ആയിട്ടുണ്ടാവും എന്നാണ് പറയണത്. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം വാഷ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ എപ്പോഴും നമ്മളുടെ മുടി ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ടൊക്കെ ഉണ്ടാവുമല്ലേ, പക്ഷേ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല സൂപ്പറായിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പാക്കൊക്കെ ട്രൈ ചെയ്താൽ മതി കേട്ടോ. ഞാനിങ്ങനെ ട്രൈ ചെയ്യണ പോലെയാണെന്ന് വെച്ചാൽ ഹെയർ നല്ല സൂപ്പറായിട്ടുണ്ടാവും. അത്ര ഡ്രൈ ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല. നമ്മൾ ഷാമ്പൂ ഇടുമ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നല്ല സ്മൂത്ത് സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ പോലത്തെ ഇഷ്യൂ ഫേസ് ചെയ്യണവരാണെന്ന് വെച്ചാൽ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും. ഇനി ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് വരാം. ഇതാ ഇപ്പോൾ ഹെയർ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഫൈനൽ റിസൾട്ട് ഇങ്ങനെ ആയിരുന്നു കേട്ടോ. അത്ര ഓയിലി ആയിട്ടും ഇല്ല, എന്നാൽ ഷാമ്പൂ ഇട്ടതിൻ്റെ ഡ്രൈനെസ്സും ഇല്ല കേട്ടോ. ഹെയർ നല്ല സ്മൂത്തായിട്ടുണ്ടായിരുന്നു, നല്ല കേളി ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹെയർ ഓൾറെഡി കുറച്ച് കേളിയാണ്, അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സിൽക്കി പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയൊരു പാക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഹെയർ കെയർ റുട്ടീൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല റിസൾട്ട് തന്നെ ഉണ്ട്. ഇത് കണ്ടോ, ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ചെയ്ത് പോകാൻ പറ്റിയൊരു ഹെയർ കെയർ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ മറ്റേത്
ഉണ്ടാക്കിയിട്ടില്ല വെച്ചാലും ഈ ഷാമ്പൂവിൽ ഇത്തിരി ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ ഹെയറിൽ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ എന്തായാലും നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.